നമസ്കാരം. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ താറുമാറായി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദുബായ് വേൾഡ് സെൻട്രൽ അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന 12 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 23 ഇൻബൗണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഗൾഫ് ന്യൂസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിരാവിലെ മുതൽ വിമാന സർവീസുകളെ കാലാവസ്ഥ കാര്യമായി ബാധിച്ചെന്നാണ് വക്താവ് വ്യക്തമാക്കുന്നത്. തടസ്സങ്ങൾ കുറയ്ക്കാനും സാധാരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനും ദുബായ് എയർപോർട്ട്സ് എയർലൈനുകളുമായും സർവീസ് പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. യാത്രക്കാർ ഏറ്റവും പുതിയ വിമാന വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും UAE-യിലുടനീളമുള്ള കാലാവസ്ഥ യാത്രക്കാർക്ക് ഒരു പ്രധാന ഘടകമായി തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ പൊതുവെ തെളിഞ്ഞതും ഭാഗികമായ മേഘാവൃതമായ ആകാശവും ഈർപ്പമുള്ള രാത്രികളും തീരദേശ ഉൾപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനോ നേരിയ മൂടൽമഞ്ഞിനോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. ചൊവ്വാഴ്ച ബുള്ളറ്റിൻ അനുസരിച്ച് കിഴക്കൻ ഭാഗത്ത് താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടാനും ബുധനാഴ്ച രാവിലെ വരെ ഈർപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ചില തീരദേശ ആഭ്യന്തര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പുലർച്ചെ സമയങ്ങളിൽ മൂടൽമഞ്ഞോ നേരിയ മൂടൽമഞ്ഞോ ഉണ്ടാകാം. കാറ്റിൻ്റെ വേഗത നേരിയതോ മിതമായതോ ആയിരിക്കാമെന്നും ഇടയ്ക്കിടെ ശക്തിപ്പെടാമെന്നും പ്രവചനത്തിലുണ്ട്. ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ സമാനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ തുടരുമെന്നും പ്രവചനമുണ്ട്.